ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ സ്കിൻ കെയർ ഒന്ന് പറഞ്ഞു തരാമോ, ചേച്ചി എങ്ങനെയാണ് ചേഞ്ച് ആയത്, ചേച്ചിയുടെ സ്കിൻ എങ്ങനെയാണ് മാറിയത്, ചേച്ചിയുടെ മുടി എങ്ങനെയാണ് മാറിയത്, എങ്ങനെയാണ് മെലിഞ്ഞത്, എങ്ങനെയാണ് കറുപ്പ് മാറി വെളുത്തത്. ഭയങ്കരമായിട്ട് വെളുത്തതൊന്നുമില്ല, കുറച്ചൊന്ന് ബ്രൈറ്റ്. ഇതിപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഇത്രയും കളർ തോന്നി, എനിക്ക് ഇത്രയും കളറൊന്നുമില്ല. എന്നാലും നോർമലി മുന്നത്തെക്കാളും കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ കുറേ കമന്റ് ഞാൻ കണ്ടു, ഫിൽറ്റർ ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഫിൽറ്റർ ഇടാതെ തന്നെ അത്യാവശ്യം കുറച്ച് കളർ വന്നിട്ടുണ്ട്. അതിപ്പോൾ എന്നെ നേരിട്ട് കാണുന്നവർക്കറിയാം. പിന്നെ കുറെ കമന്റ് വന്നിട്ടുണ്ട്, ചേച്ചി എന്താണ് പറ്റിക്കുന്നത്, ആളെ പറ്റിക്കുന്നത് എന്തിനാണ്, വീഡിയോ ചെയ്യാൻ എന്താണ് ചെയ്തത്. എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം പിള്ളേരെ പഠിപ്പ്, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ എൻ്റെ വർക്ക് കാര്യങ്ങളായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ടൈം കിട്ടാത്തല്ല, മനഃപൂർവ്വം ചെയ്യാത്തതല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 7 മണി തൊട്ട് 10 മണി വരെ എൻ്റെ അമ്മ ഇവിടെ ഇരുന്നാണ് സീരിയലാണ്, ഇവിടെയാണ് TV ഇരിക്കുന്നത്, ഇവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് എനിക്ക് ഓൺ വോയിസ് ഉള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്, പിന്നെ എഡിറ്റിങ്ങിനുള്ള ടൈം ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ഇന്ന് എല്ലാവരുടെയും പരാതി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത്, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കറുപ്പായിരുന്നു, നല്ല കറുപ്പായിരുന്നു. അതായത് കഴുത്തിൻ്റെ ഇവിടെ ഒരു കളറ്, മുഖത്ത് ഈ 2 കവളിൻ്റെ പോർഷനിൽ മാത്രം കുറച്ച് കളർ ഉണ്ടായിരുന്നു, ബാക്കി ഫുള്ള് കറുപ്പായിരുന്നു. പിന്നെ ഹെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഹെയറേ ആയിട്ടായിരുന്നു, സാധാ ഒരു ചുരുണ്ട മുടിയല്ല, സാധാ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ഒന്നും അല്ലായിരുന്നു. സ്മൂത്തിനും ചെയ്തതിനു ശേഷമാണ് എൻ്റെ ഹെയർ ഇങ്ങനെയായിരുന്നു, സാധാ ഒരു ഹെയർ ആയിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് എണ്ണ വാരി തേച്ചിട്ട് കുറെ പൗഡറൊക്കെ വാരി പൂശി. എണ്ണയെന്ന് പറഞ്ഞാൽ മെയിൻ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ മുടിയിൽ എണ്ണ വാരി ഇങ്ങനെ പൊത്തണത്. ആ എണ്ണ പൊത്തിക്കിടെ കുറെ കഴിയുമ്പോൾ ഇവിടുന്നൊക്കെ എണ്ണ ഇങ്ങനെ ഒലിച്ചിറങ്ങും. അതായിരുന്നു പണ്ടത്തെ ഞാൻ. പിന്നെ എനിക്ക് ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ് അവിടെ വരുന്ന ഓരോരുത്തരെയും കാണുമ്പോഴത്തേക്കും എൻ്റെ മുടി ഇങ്ങനെ ആക്കണം, എനിക്കും കളറ് മാറണം, എനിക്ക് അങ്ങനെയാണ് ഭയങ്കര ആഗ്രഹം. കൊച്ചുനാളിലെ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ എൻ്റെ പലരും, എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് ആയിക്കൊണ്ടോട്ടെ, എൻ്റെ അടുത്തുള്ള ആൾക്കാരായിക്കൊണ്ടു എന്നെ പലരും എന്നെ കാക്കാന്ന് വിളിച്ചും കറമി എന്നൊക്കെ വിളിച്ചിട്ട് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആയാലും ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അല്ല ഞാൻ പോയി സർജറി ചെയ്യോ, മെഡിസിൻ എടുത്തിട്ടുണ്ടോ, ഗ്ലൂട്ടത്തോൺ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ഗ്ലൂട്ടത്തോൺ എടുത്ത് എത്രയായി, സർജറി ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, വെളുക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ ഒരു സാധനവും ഞാൻ കഴിച്ചിട്ടില്ല. മെയിനായിട്ടും ഞാൻ ചെയ്തതെല്ലാം ഹോം റെമഡീസ്, പിന്നെ കുറച്ച് സാധനങ്ങൾ, അതായത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് വൈറ്റനിങ് ക്രീംസ് അല്ല, അതല്ലാണ്ട് വേറെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എൻ്റെ തന്നെ കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ. അതല്ലാതെ ഞാൻ ഒരു ഗ്ലൂട്ടത്തെയാണും ഒരു ടാബ്ലറ്റും ഒന്നും ഞാൻ എൻ്റെ സ്കിന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടോ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടോ ബോഡി മെലിയാൻ വേണ്ടിയിട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത്. എന്നെ അറിയാമെന്നുള്ളവർക്ക്, എന്നെ ഡീപ്പായിട്ട് അറിയാമെന്നുള്ളവർക്ക്, എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, വിചിത്ര, ചക്കര, ആതിര, അവർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. പണ്ടെന്ന് പറഞ്ഞാൽ മഞ്ഞളിടാത്ത ഒരു ദിവസം, ഇപ്പോഴും മഞ്ഞൾ യൂസ് ചെയ്യും. എല്ലാ ദിവസവും നൈറ്റ് ഞാൻ മഞ്ഞൾ യൂസ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ യൂസ് ചെയ്യും. പണ്ട് ഞാൻ മഞ്ഞൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എല്ലാവരും കളിയാക്കും, മഞ്ഞളിട്ടെന്ന് പറഞ്ഞാൽ വെളുക്കാനൊന്നും പോകില്ല, നീ ഇങ്ങനെ തന്നെ ഇരിക്കും, കറമ്പിയായിട്ട് തന്നെ ഇരിക്കും, വെളുക്കാനൊന്നും പോകില്ല. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. നമ്മൾ പലരും കളിയാക്കുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കലി വിഷമം വരും, എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ എന്തിങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ അങ്ങനെ വിഷമിച്ചിരുന്ന, നമ്മൾ മടിച്ചിരുന്ന, നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 1 വർഷമോ 2 വർഷമോ കൊണ്ട് മാറ്റിയെടുത്തതല്ല, കുറച്ച് നല്ല സമയം എടുത്ത് പതിയെയാണ് മാറിയെടുത്തത്. ഇപ്പം ഫസ്റ്റ് ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിൽ ആദ്യം ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരി വിചിത്രയുടെ പാർലർ ഫുള്ളൊന്ന് സ്മൂത്തിനും ചെയ്ത്. സ്മൂത്തിന് ചെയ്തപ്പോൾ ആ സംഭവം കൊള്ളാം, ഭയങ്കര ഒരു സന്തോഷം. എനിക്ക് ചേഞ്ച് ആവാൻ പറ്റുമല്ലോ, ഞാൻ വിചാരിച്ചും നടക്കുമല്ലോ, ഹെയർ ഒക്കെ ഒന്ന് ചെയ്തപ്പോൾ കൊള്ളാം. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഹെയർ സ്മൂത്തിനും ചെയ്താൽ നമ്മുടെ ഫേസ് മാറിപ്പോ, നമ്മുടെ ഫേസിന് ചേരൂല, ചപ്പിപ്പോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫേസിന് ഓക്കെയാണ്, ചിലരുടെ ഫേസിന് അത് ഓക്കെ ആവില്ല, അത് ശരിയാണ്, ചിലരുടെ ഫേസിൽ ഓക്കെ ആവില്ല. എൻ്റെ രീതിക്ക് സ്മൂത്തിനും ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ ഫേസിന് ചെയ്യുള്ളൂ പേടിച്ചിട്ടാണ് ഇപ്പോഴും ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ അവളുടെ പാർലറിൽ പോയി. എനിക്ക് അവളുടെ പാർലറിൽ എല്ലാം ഫ്രീ ആണ്, ഒന്നിനും ഞാൻ പൈസ കൊടുത്തിട്ടില്ല. അവളുടെ പാർലറിൽ പോയി എല്ലാം ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അവിടെ പോയി സ്മൂത്തിനിങ് ചെയ്ത്, ഇപ്പം ഞാൻ സ്മൂത്തിനിങ് ചെയ്തിട്ട് എങ്ങനെ പോലും ഒരു 8-9 വർഷമാവും. പിന്നെ റൂട്ട് വളരുന്നതിനനുസരിച്ച് മാത്രം ഞാൻ റൂട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല. എണ്ണ ഞാൻ തേക്കാറില്ല, സിറം യൂസ് ചെയ്യും, അത് മാത്രമേ എൻ്റെ ഹെയറിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ എണ്ണ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യൂല, അങ്ങനെ സ്പാ ചെയ്യൂല, പ്രോട്ടീൻ ചെയ്യൂല, അങ്ങനെ പാക്കുകളൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. വെറുതെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ഹെയർ കെയർ ഞാൻ ചെയ്യാറില്ല. മുഖം മാത്രമേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൂ, അന്നും ഇന്നും എപ്പോഴും ഞാൻ മുഖം മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഹെയർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വെച്ച് സ്വന്തമായിട്ട് നൂലിട്ടും ബ്ലേഡിട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ തുടങ്ങി. പിന്നെ ഒരു 5-6 വർഷം കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഐബ്രോ എടുക്കുന്നത്. പിന്നെ അതല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോഴെന്താ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ?
ഇതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ മെയിനായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങി, പതിയെ ഓരോന്നോരോന്ന് ചെയ്ത്. പിന്നെ മെയിനായിട്ട് ഞാൻ ഷൂട്ടും മോഡലിങ്ങിനും ഒക്കെ ഇറങ്ങി. അതും എൻ്റെ കൂട്ടുകാരി അവളുടെ പാർലറിലത്തേക്ക് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് മോഡലാവുന്നത്. അത് വന്നിട്ട് എൻ്റെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തൊരു ഡ്രസ്സ് വെച്ചിട്ട് അവളുടെ പാർലറിലത്തേക്ക് ഒരു ഷൂട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് മോഡലിംഗ് ആവുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണതും ഷൂട്ട് ചെയ്യുന്നതും. ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമാണ്. പക്ഷെ എൻ്റെ ഈ കോലവും എന്നെ പോരാത്തിന് ആൾക്കാർ കളിയാക്കുക. ആൾക്കാർ തന്നെ എല്ലാവരും അങ്ങനെ കളിയാക്കാറില്ല. എൻ്റെ ഫാമിലിയിൽ കുറച്ചും എന്നെ അറിയാവുന്നുള്ള കുറച്ച് ആൾക്കാരും കറമ്പി അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഇനി വെളുക്കൂലേ, ഞാൻ എങ്ങനെ വെളുക്കും, ഇതൊക്കെ എനിക്ക് പലയിടത്തും പല വിഷമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഗ്ലൂട്ടത്തെ എടുത്ത് അങ്ങനെ ഗ്ലൂട്ടത്തെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഗ്ലൂട്ടത്തെ എടുത്തിട്ടുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് ഹോം റെമഡീസ് ചെയ്തും. ഞാൻ ക്യാരറ്റ് ജ്യൂസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. ജ്യൂസുകൾ കുടിച്ചും ഹോം റെമഡീസ് ചെയ്തും മഞ്ഞളൊക്കെ യൂസ് ചെയ്തും കുറേ കഷ്ടപ്പെട്ടിട്ടാണ്. അത് എന്നെ അറിയാമെന്നുള്ളവർക്ക്, എൻ്റെ ബാക്കിൽ നിൽക്കുന്നവർക്ക്, നല്ല എൻ്റെ കൂട്ടുകാരികൾക്ക് പ്രത്യേകിച്ച് അറിയാം ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന്. എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്, അല്ലാതെ പൈസ വാരി ചിലവാക്കിയിട്ടല്ല ഞാൻ ഇങ്ങനെയത്. എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര സുന്ദരിയായെന്നോ ഭയങ്കര ഐശ്വര്യമായി ആയെന്നോ അല്ല ഞാൻ പറയണത്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും, പല വീഡിയോസിനകത്ത് കമന്റ്, ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ആയതൊന്ന് പറഞ്ഞു തരുമോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ആരും ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കൂല, അതെനിക്കറിയാം. ഞാനും പലയിടത്തും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും വെളുക്കണം, എങ്ങനെയെങ്കിലും പിരിയം കട്ടിയാക്കണം, ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് എങ്ങനെ ഇടും, മേക്കപ്പ് എങ്ങനെ തുടങ്ങും, ലുക്ക് എങ്ങനെ മാറും, ഡ്രസ്സ് എല്ലാം ഭയങ്കര ചെയ്യണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ മടിച്ചിട്ട് എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, എങ്ങനെ നിൽക്കാമെന്നുള്ള ഒന്നും ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ പലയിടത്തും പല ബ്യൂട്ടീഷ്യന്മാരടുത്തും എനിക്കറിയാന്നുള്ള പല ബ്യൂട്ടീഷ്യന്മാരടുത്തും ഞാൻ ചോദിച്ചോണ്ട്, ചേച്ചി എങ്ങനെയാണ് മുഖം വെളുത്തത് ഒന്ന് പറഞ്ഞു തരുമോ, എനിക്ക് ക്രീം പറഞ്ഞു തരുമോ, അതല്ലാന്നുണ്ടെങ്കിൽ ചേച്ചി എങ്ങനെയാണ് ഹെയർ ഇങ്ങനെ ആയത് അതൊന്ന് പറഞ്ഞു തരുമോ, എനിക്കൊന്ന് മാറണം. എൻ്റെ ഈ മനസ്സിലെ ആഗ്രഹം കൊണ്ട്, ഈ വെപ്രാളം കൊണ്ട് ഞാൻ പലയിടത്തും ചോദിച്ചിട്ട് പലരും എന്നെ ഒഴിവാക്കി വിട്ടിട്ടേ ഉള്ളൂ. അതെനിക്ക് നല്ല രീതിക്ക് അറിയാം. ചോദിക്കുമ്പം ഞങ്ങൾ ക്രീമൊന്നും യൂസ് ചെയ്യില്ല വിജി, ഞാൻ ക്രീമൊന്നും യൂസ് ചെയ്തിട്ടൊന്നും അങ്ങനെ ആയത്, താനെ ഇങ്ങനെ വെളുത്തതാണ്, താനെ എന്തായാലും ഇങ്ങനെ വെളുക്കൂല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പൊ എന്നെ ഒരുമാതിരി താറ്റി വിട്ട്, അതെന്നെ മലയാളത്തിൽ പറയാം. പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും ഇടൂല വിജി, ഞാനങ്ങനെ പ്രോപ്പറായിട്ടൊന്നും ഇടുന്നില്ല വിജി, ഞാൻ ഇങ്ങനെയാണ്, ജന്മന ഇങ്ങനെ ആയവരാണെങ്കിൽ ഓക്കെ, നമുക്കത് പറയാം, ജന്മന അങ്ങനെയാണ്. പക്ഷെ അവരുടെ അടുത്ത് പോലും പോയി ചോദിച്ചിട്ട് പറഞ്ഞു തരാത്ത ടീമുകളുണ്ട്, എനിക്കറിയാം. ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്, എടാ ഇങ്ങനെ ആയത്, ഇങ്ങനെ വെളുത്ത, ഇല്ല ഞാൻ ഒന്നും ഇടുന്നില്ല, ഒന്നും ഇടാതെ എന്തായാലും അവർ വെളുക്കൂലെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം, ഞാൻ പലയിടത്തും പോയി ചോദിച്ചിട്ട് പല രീതിക്കും എനിക്ക് വിഷമായിട്ടുണ്ട്. ആരും ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല, ആരും ഒന്നും പറഞ്ഞ് തരൂല. സത്യത്തിൽ ഓപ്പണായിട്ട് പറഞ്ഞാൽ ചിലർ ഹൈഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുശുമ്പ് കൊണ്ടായിരിക്കാം വെളുക്കണ്ട എന്നുള്ളൊരു വിവാഹം വെച്ചിട്ട് പറയുന്നതായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള സ്കിന്നിന്റെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തത്, എങ്ങനെ നമ്മൾ മാറാം എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് ഈ സൺബാൻ സോഫ്റ്റിന്റെ സൺസ്ക്രീൻ. ഇതാ കണ്ടില്ലേ, ഇത് എൻ്റെ 4-5 ബോട്ടിലുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. ഇത് സൺബാൻ സോഫ്റ്റിന്റെ സൺസ്ക്രീൻ ആണ്. ഇതിനകത്ത് ചെറിയൊരു വൈറ്റ് സ്കാർസ് ഉണ്ട്. വൈറ്റ് സ്കാർസ് ഉള്ള സൺസ്ക്രീൻ ചിലർക്ക് പിടിക്കൂല സ്കിന്നിൽ, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ കണ്ടില്ലേ, ഇത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന ടൈമിലും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. വീട്ടിൽ നിൽക്കുന്ന ടൈമിലും സൺസ്ക്രീൻ വേണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത്. അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതും എൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ബോട്ടിലാണ്. ഇതൊക്കെ തീർന്ന ബോട്ടിലാണ് കേട്ടോ. ഇത് ഒരു ജെൽ ടൈപ്പാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സൺസ്ക്രീന് മോയ്സ്ചറൈസിങ് ക്രീം, ഇത് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ ഒരു 3-4 വർഷമായിട്ട് എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ആഡ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് നൈറ്റ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഡോക്ടർ നാദിയയുടെ സ്വർണ്ണ ക്രീമാണ്. ഇതും ഞാനൊരു 3-4 ബോട്ടിലാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ക്രീമാണ്. ഇതങ്ങനെ വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതും എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഡോക്ടർ നാദിയയുടെ സ്വർണ്ണ ക്രീം തന്നിട്ടില്ലേ, ഈ 2 ബോട്ടിൽ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇതിപ്പോൾ ഞാൻ രാവിലെ
ഇത് നൈറ്റ് മാത്രമാണ് സ്വർണ്ണ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പാക്ക് ഇടും, രാവിലെ ഒരു പാക്ക് ഇടും. വീട്ടിലുള്ള ടൈമിലാണെങ്കിൽ രാവിലെ ഒരു പാക്ക് ഇടും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുളിക്കുന്നതിന് മുന്നേ ഒരു പാക്ക് ഇടും. പിന്നെ ഞാൻ ഇടുന്ന ക്രീമും കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പാക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയറിൽ ഞാൻ ചെയ്യുന്ന ക്രീമും കാര്യങ്ങളും മാത്രമേ കാണിക്കുന്നുള്ളൂ. മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ ഒരു പാക്ക്, ഏതെങ്കിലും ഒരു ഹോം റെമഡീസ്, അങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കുകളൊന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് പൊടിച്ചു വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് എൻ്റെ ഹോം റെമഡീസ് പാക്കുകൾ. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെയാണ് പൊടിക്കുന്നതാണ്, ഏതൊക്കെ സാധനങ്ങൾ വേണ്ടതെന്നുള്ള. അപ്പം ഇതാണ് എൻ്റെ മോർണിംഗിൽ ഒരു പാക്ക് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സിറം. ഇത് പ്ലമ്മിൻ്റെ സിറമാണ്. ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിറം അല്ല. ഇത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്, മുരിച്ചിൽ, എനിക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോഴോ എന്തെങ്കിലും ക്രീം ഇടുമ്പോഴോ ഒക്കെ എൻ്റെ ഫേസിൽ ഒരുമാതിരി വട്ടം പോലെ വൈറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു, ഒരു മുരിച്ചിൽ പോലെ. പക്ഷെ ഞാൻ ഈ പ്ലമ്മിൻ്റെ ഈ സിറം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ്. ഡ്രൈനെസ് അങ്ങനെ ഉണ്ടാവാറില്ല. ഇതിൻ്റെ റേറ്റ് ഒരു 450 പ്ലമ്മിൻ്റെ ഹൈലറോണിക് ആസിഡ് സിറമാണ് ഞാൻ ഇപ്പം മോർണിംഗ് യൂസ് ചെയ്യുന്ന സിറം. ഇത് കണ്ടില്ല, എൻ്റെ 4ാമത്തെയോ 5ാമത്തെയോ ഒക്കെ ബോട്ടിലാണ്. ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 800,000 അടുപ്പിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് അഫോർഡബിൾ, മേടിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ സൺസ്ക്രീൻ പരിചയപ്പെടുത്തി തരാം. ഇത് വന്നിട്ട് ഡോക്ടർ ഷെറ്റ്സിൻ്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ ആണ്. ഇതും നല്ല പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ അക്കോലോജിക്കയുടെ സൺസ്ക്രീമും ഇതും നല്ല പ്രോഡക്റ്റ് ആണ്. ഈ 2 പ്രോഡക്റ്റിനകത്തും വൈറ്റ് സ്കാർസ് ഇല്ല. അപ്പോൾ വൈറ്റ് സ്കാർസ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും എൻ്റെ 2ാമത്തെ, അതായത് പ്ലമ്മിൻ്റെ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്ത സിറം ഇതാണ്. കോജിക് ആസിഡ് എൻ്റെ ഫേവറേറ്റ് സിറമാണ്. ഈ 2 സിറവും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സൺസ്ക്രീൻ. നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കും പോലെ, ഫുഡ് കഴിക്കും പോലെ നല്ലൊരു പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയറും നമ്മുടെ ഫേസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവും. എൻ്റെ സ്കിൻ കെയർ ഒക്കെ എങ്ങനെയാണ്, ഇതല്ലാതെ ഞാൻ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ ഹോം റെമഡീസ് ഒക്കെ ചെയ്യാറുണ്ട്. ഓരോരോ പാക്ക് ഞാൻ തന്നെ പൊടിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആ പാക്കുകളെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. 4 വർഷത്തിന് മുന്നേ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസ് ഒരുമാതിരി ഡള്ളായിട്ടിരിക്കും. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് തോന്നും സൺസ്ക്രീൻ ഇട്ടാൽ കറുത്തു പോകും, ഇതെന്ത് ഞാൻ കറുത്തിരിക്കുന്ന സൺസ്ക്രീൻ ഇടുമ്പോൾ കറുത്തിരും. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത് ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ടാൻ അടിക്കാതിരിക്കുള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ ബോഡിയിൽ നമ്മൾ ഡ്രസ്സ് ഇടുന്ന ഭാഗം, അതായത് ഇപ്പം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്ന ഭാഗത്തിന് അടിയിൽ ഒരു കളറും ഈ നമ്മൾ പുറത്ത് കാണുന്ന ഈ ഭാഗം വേറൊരു കളറായിരിക്കും. അതായത് എപ്പോഴും ബോഡിക്കകത്ത്, ഡ്രസ്സിനകത്ത് കാണുന്ന നമ്മുടെ ബോഡിക്കകത്ത് വൈറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഡാർക്ക്നെസ്സും ആയിരിക്കും. അത് കൂടുതലും നമുക്ക് സൺടാൻ ഏൽക്കുന്നതാണ്. ആ സൺടാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറയുന്നത്. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ട് വീട്ടിൽ നിന്നാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ്. ഞാൻ ഇപ്പോഴും വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് സൺസ്ക്രീമോ മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ നൈറ്റ് ഒരു ക്രീം, പിന്നെ എന്തെങ്കിലും ഒരു സിറം കൂടെ നമ്മുടെ സ്കിന്നിൽ ആഡ് ചെയ്താൽ വളരെ നല്ലതാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണോ, നമ്മുടെ ബോഡി എങ്ങനെയാണോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ. പിന്നെ ഞാൻ ഹോം റെമഡീസ് യൂസ് ചെയ്യുന്ന സാധനമെല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോസിനകത്ത് കാണിച്ചു തരാം. അതായത് ഞാൻ രാവിലെ യൂസ് ചെയ്യുന്ന പാക്ക് ഏതൊക്കെയാണ്, വൈകിട്ട് യൂസ് ചെയ്യുന്ന പാക്ക് ഏതൊക്കെയാണ്, ആ പൊടിച്ചു വയ്ക്കുന്ന പാക്കിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണുണ്ട്, ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോസിനകത്ത് കാണിച്ചിട്ട് എനിക്ക് ഇത്രയും ഇനിയിപ്പം ഞാൻ അടുക്കളയിൽ പോയി ആ പാക്ക് എടുത്ത് പൊടിക്കണതെല്ലാം കാണിക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അടുത്ത വീഡിയോസിനകത്ത് ഞാൻ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന പാക്ക് ഏതൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യും. എന്തായാലും നിങ്ങളെല്ലാവരും പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ചെയ്യണം. അല്ലെങ്കിൽ കുറച്ചൊന്ന് വെളുത്തിരിക്കണം, അല്ലെങ്കിൽ നല്ല സ്കിന്ന് കിട്ടണം, കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കണം, ബ്രൈറ്റ്നെസ് തോന്നണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രോപ്പറായിട്ട് മെയിനായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒരു ഇപ്പം ഈ ഒരു 6-7 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പെട്ടെന്നൊന്നും ഭയങ്കര റിസൾട്ടൊന്നും വന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ ഫേസിനകത്ത് ചെയ്യാത്ത ഒന്നും തന്നെ ഇല്ല. ഞാൻ മഞ്ഞൾ തേക്കുമായിരുന്നു, അരിപ്പൊടി, കാപ്പിപ്പൊടി, പിന്നെ പഞ്ചസാര, നാരങ്ങ, ഓറഞ്ച് എല്ലാം ഞാൻ തേക്കും. അതിനൊന്നും എനിക്ക് വലിയ റിസൾട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പം എനിക്കൊരു 3 വർഷമായിട്ട് നല്ലൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ സൺസ്ക്രീൻ ആഡ് ചെയ്ത് എൻ്റെ സ്കിൻ കെയറിനകത്ത് ഞാൻ സൺസ്ക്രീൻ ആഡ് ചെയ്തപ്പോഴാണ് എൻ്റെ ഫേസിലുണ്ടായിരുന്ന ഈ ടാനിങ് ഒക്കെ മാറി. പ്രോപ്പറായിട്ട് സൺസ്ക്രീം, പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം, ഒരു സിറം, പിന്നെ നൈറ്റ് എന്തെങ്കിലും ക്രീം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ യൂസ് ചെയ്യുന്നത് സ്വർണ്ണയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്രീമാണോ അത് യൂസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളൊരു കുറച്ച് നാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പതിയെ റിസൾട്ട് വരും. പ്രോപ്പറായിട്ടൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് വരും. നമ്മൾ ടാനിങ് മാറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയതൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് എല്ലാവരും പ്രോപ്പറായിട്ടൊരു സ്കിന്ന്, നല്ലൊരു സ്കിൻ വേണം എന്നുള്ളവർ മെയിനായിട്ടും
നിർബന്ധമായിട്ടും നല്ലൊരു സൺസ്ക്രീൻ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് തന്നെ യൂസ് ചെയ്യും. ചിലരാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കറുത്തിരിക്കുന്നത്, ഓയിലി ആയിട്ടിരിക്കുന്നത്, ഒരുമാതിരി ഡള്ളായിട്ടിരിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഈ സൺസ്ക്രീൻ ബെസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്കും ചെറിയ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ വൈറ്റ് സ്കാർസ് ഉള്ളവർക്ക് ഇത് പറ്റൂല. അല്ലാത്തവർ ഇത് മേടിച്ച് യൂസ് ചെയ്യണം. അല്ലാത്തവർക്ക് അക്വലോജിക്കയും ഡോക്ടർ സിക്സിൻ്റെ ഒക്കെ നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടൊരു സ്കിൻ കെയർ. എൻ്റെ കൂട്ടുകാരി ചക്കര പറഞ്ഞു തന്നെയാണ്. അവൾ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പ്ലമ്മിൻ്റെ സിറം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലാണ്ട് എൻ്റെ ഭയങ്കര ഒരു സ്കിന്ന് ബ്രൈറ്റായ ടൈമിലൊന്നും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോഴെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതെല്ലാം നോർമലി ഉള്ള ഹോം റെമഡീസ് തന്നെയാണ്. നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവണം, എനിക്കും അങ്ങനെ വെളുക്കണം, എൻ്റെ സ്കിന്നും ഇങ്ങനെ ആവണം എന്നൊക്കെ ഉള്ളവർ മെയിനായിട്ടും നല്ലൊരു സൺസ്ക്രീൻ വേണം. പിന്നെ രണ്ടാമത്തെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ ഒരു സിറം. പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ പാക്കുകളൊന്നും ട്രൈ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഡള്ളാവും. അപ്പം നമുക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഓരോരോ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യുക. മഞ്ഞൾ ഇടാറുണ്ട്, മുൾട്ടാണി മിൽട്ട് പാക്കൊക്കെ നല്ലതാണ്. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.